ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പി. കോട്ട കെട്ടി യോഗി ആദിത്യനാഥിനെ കാവലേൽപ്പിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, 80 സീറ്റുകൾ, 7 ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം കൂടിയാണ് യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന ചൊല്ല് അന്വർത്ഥമാക്കി 2019 ബി.ജെ.പിക്ക് 62 സീറ്റ് നൽകി മോദിയെ അധികാരത്തിലെത്തിച്ച നാട്. ഒരു കാലത്ത് ഉത്തർപ്രദേശിന്റെ നെഞ്ചിൽ കൂടിയിരുന്ന കോൺഗ്രസിന് 1 സീറ്റ് കൊണ്ട് നാണക്കേട് മറക്കേണ്ടി വന്നു. അതും അമേഠി കൈവിട്ട് റായ്ബറേലി മാത്രം. യോഗി ആദിത്യനാഥ് അടക്കി ഭരിക്കുന്ന മോദി യോഗി കൂട്ടുകെട്ട് കൊടുങ്കാറ്റ് തീർക്കുന്ന ഉത്തർപ്രദേശിൽ ഇക്കുറി എല്ലാം കാവി പാർട്ടിക്ക് അനുകൂലമാണോ? കാര്യങ്ങൾ അത്ര പന്തിയിലല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബി.ജെ.പിയുടെ ഇലക്ഷൻ ക്യാമ്പയിനും വർഗീയ പ്രസംഗങ്ങൾക്കും പണ്ടത്തെ പോലെ മൂർച്ചയില്ലെന്നാണ് വിലയിരുത്തൽ. കൃഷ്ണ ജന്മഭൂമി വിഷയത്തിൽ സംഘപരിവാറിന്റെ ശക്തമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും കണ്ട മധുരയിൽ പോലും കാര്യമായ തിരഞ്ഞെടുപ്പ് ഓളമില്ല. ഓരോ പ്രദേശത്തെയും ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ശക്തമായ പ്രചരണവും പ്രവർത്തനവുമാണ് കഴിഞ്ഞ 2 തവണയും ബി.ജെ.പിക്ക് മിന്നും വിജയം സമ്മാനിച്ചത്. എന്നാൽ 2014, 2019 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ ബൂത്തിലെത്തിക്കാനുള്ള പ്രചരണ നടപടികളൊന്നും ബി.ജെ.പി. ചെയ്തിട്ടില്ല. അണികൾക്കാവട്ടെ പോളിംഗ് സ്റ്റേഷനിലെത്താൻ പഴയ ഉഷാറുമില്ല. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ബി.ജെ.പി. നേതൃത്വത്തിന്റെ നടപടികളിൽ ആർ.എസ്.എസുകാർ രോക്ഷാകുലരാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതിൽ ആർ.എസ്.എസ്. പ്രവർത്തകരുടെ ഈ അഭാവത്തിന് വലിയ പങ്കുണ്ട്. അതിനൊപ്പം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഫത്തേപൂർ സിക്രിയിൽ കഴിഞ്ഞ തവണ 5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജ്കുമാർ ചാഹർ ഇവിടെ ജയിച്ചത്. വാരണാസിയിൽ മോദി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം. അതിന്റെ പ്രധാന കാരണം 2014 എം.പിയും പ്രദേശത്തെ പ്രമുഖ നേതാവുമായ ബാബുലാൽ ചൗധരിയുടെ പിന്തുണയാണ്. ഇക്കുറി ബാബുലാലും മറ്റു പല നേതാക്കളും രാജ്കുമാർ ചാഹറിനെ പരസ്യമായി എതിർക്കുന്നു. മീററ്റിലും ഗാസിയാബാദിലും ഭാഗ്പത്തിലുമൊക്കെ ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോക്കോട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി യു.പി. ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹത്തിലേക്ക് തിരിച്ചു വരാം. മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് യു.പിയിലെ ബി.ജെ.പിക്കാർ വിശ്വസിക്കുന്ന യോഗി ആദിത്യനാഥിന് പകരം അമിത്ഷായ്ക്ക് പാർട്ടി അമിത പ്രാധാന്യം കൊടുക്കുന്നതും തിരിച്ചടിയാകുന്നുണ്ട്. അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾ യോഗി അനുയായികളെ രോക്ഷം കൊള്ളിക്കുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് പാർട്ടിക്ക് വിനയായിരിക്കുകയാണ്. ബി.ജെ.പിയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ഉയർന്ന ജാതിക്കാരുടെ വോട്ട് വിഹിതം ഇത്തവണ വൻതോതിൽ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ. ബൂത്തുകളിലെത്താതെ വിട്ടുനിൽക്കുകയാണ് പലരും. ആദ്യഘട്ട പോളിംഗിലെ വൻ കുറവ് ഇതിന്റെ തെളിവാണ്. ഉത്തർപ്രദേശിലെ റായ്ബറേലി, അമേഠി, ഫൈസാബാദ് എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഇക്കുറിയും ഇവിടങ്ങളിൽ ബി.ജെ.പിക്ക് സീറ്റ് നഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടനം നോക്കിയാൽ തന്നെ കഴിഞ്ഞ തവണ ഒന്നിലൊതുങ്ങിയ കോൺഗ്രസ് സഖ്യത്തിന് ഇക്കുറി നിരവധി സീറ്റുകൾ പ്രതീക്ഷിക്കാം. യു.പിയിൽ അവധ്, പൂർവാഞ്ചൽ, ദോബ്, ബുന്ദേൽഖണ്ഡ് എന്നിങ്ങനെ 4 മേഖലകളിലായി പരന്നു കിടക്കുന്ന 14 മണ്ഡലങ്ങളിൽ 2019 13 ബി.ജെ.പിയും കോൺഗ്രസ് 1 സീറ്റുമാണ് നേടിയത്. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് യു.പിയിൽ നിന്ന് ഏറ്റവും അധികം സീറ്റ് കിട്ടുക ഈ മേഖലകളിൽ നിന്നാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മാതൃക ആവർത്തിക്കപ്പെട്ടാൽ പോലും കോൺഗ്രസ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിക്ക് പുറമെ അമേഠിയിലും ബാരബങ്കിലും ഇക്കുറി വിജയം നേടും. യു.പിയിൽ കോൺഗ്രസിന്റെ പ്രധാന പങ്കാളിയായ സമാജ്വാദി പാർട്ടിക്ക് 2019 ഈ മേഖലകളിൽ നിന്ന് സീറ്റൊന്നും കിട്ടിയിരുന്നില്ലെങ്കിലും നിയമസഭാ വോട്ടിംഗ് രീതി തുടർന്നാൽ കൗശംബി, ഫത്തേപൂർ, ബാന്ദ സീറ്റുകൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ 5ാം ഘട്ടം ബി.ജെ.പിയുടെ പ്രതിസന്ധി ഘട്ടമായിരുന്നു. തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ അനുമാനമനുസരിച്ച് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന സഖ്യത്തിന് 2019 ആദ്യ 4 ഘട്ടങ്ങൾ വച്ച് നോക്കുമ്പോൾ ഏകദേശം 40 സീറ്റുകൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഘട്ടങ്ങളിൽ പലതും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 5ാം ഘട്ടം മുതൽ ഈ നഷ്ടം തടയാൻ ബി.ജെ.പിക്ക് സാധിക്കാത്ത പക്ഷം ജൂൺ 4 സ്വന്തം നിലയിലെങ്കിലും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ എസ്.പി. ബി.എസ്.പി. കൂട്ടുകെട്ടിൽ നിന്ന് 15 സീറ്റ് കിട്ടിയിരുന്നു. 2019 10 സീറ്റ് വിജയിച്ച മായാവതിയുടെ ബി.എസ്.പി. ഇക്കുറി തനിച്ചാണ് മത്സരിക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ടുന്ന ദളിത് വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തും. ഇത് പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടിയും ബി.ജെ.പിക്ക് അനുകൂലവുമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ദളിത് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ നിർണായകമാകുന്നതും അതുകൊണ്ടാണ്.